ലൂക്കായുടെ സുവിശേഷം 17-ാമത്തെ അധ്യായം 11 മുതലുള്ള തിരുവചനങ്ങൾ. 10 കുഷ്ഠരോഗികളെ ഈശോ സുഖപ്പെടുത്തുന്നതാണ് വചനഭാഗം. 10 പേരെ സുഖപ്പെടുത്തിയതിൽ ഒരാൾ മാത്രം വന്ന് ഈശോയോട് നന്ദി പറയുന്നതാണ് വചനഭാഗം. ഈശോ അവനോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. 10 പേരിൽ സുഖപ്പെട്ടത്, ബാക്കി 9 പേർ എവിടെ? നന്ദി പറയാത്തതിന് ഈശോ അവരെ ശാസിക്കുന്നതോ അല്ലെങ്കിൽ അവരെ വേദനിക്കയോടുകൂടി നോക്കുന്നതോ ഒന്നുമല്ല വചനം. യോഹന്നാന്റെ സുവിശേഷം 2-ാമത്തെ അധ്യായം 24-25 തിരുവചനം അത് വ്യക്തമാക്കുന്നുണ്ട്. യേശു ആകട്ടെ അവരെ വിശ്വസിച്ചില്ല, കാരണം അവൻ അവരെ എല്ലാം അറിഞ്ഞിരുന്നു. മനുഷ്യനെപ്പറ്റി ആരുടെയും സാക്ഷ്യം അവന് ആവശ്യമായിരുന്നില്ല. മനുഷ്യനിലുള്ളത് എന്താണെന്ന് അവൻ വ്യക്തമായി അറിഞ്ഞിരുന്നു. മനുഷ്യനെക്കുറിച്ച് വ്യക്തമായി അറിയുന്ന കർത്താവിൻ്റെ സന്നിധിയിൽ ഈ മനുഷ്യൻ മാത്രം വന്ന് നന്ദി പറയുമ്പോൾ ഈശോ അവനോട് അവൻ്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്രകാരം പറയുക. 10 പേരിൽ സുഖപ്പെട്ടവരിൽ 9 പേര് വരാതിരുന്നതെങ്കിലും അവരെ കുറിച്ചുള്ള കാഴ്ചപ്പാടും ഈശോയ്ക്ക് വ്യക്തമായിട്ടുണ്ട്. തന്നെ വിളിക്കുന്നവരെ എപ്രകാരമുള്ള വിളിയാണ് എന്നുള്ളത് കർത്താവിന് വ്യക്തമായിട്ടറിയാം. നമുക്കറിയാമല്ലോ, എന്തെങ്കിലും ആവശ്യങ്ങളുള്ളപ്പോഴല്ലേ നമ്മളൊക്കെ പലരെയും വിളിച്ചു കൂട്ടുന്നത്. നമുക്കെന്തെങ്കിലും ഒരു പ്രത്യേക ആവശ്യം നടക്കുവാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ പലരെയും വിളിക്കുന്നത്. അപ്പോൾ സ്നേഹം കൊണ്ട് വിളിക്കുന്നതും അതല്ലാതെ വിളിക്കുന്ന വിളികളും നമുക്കറിയാമല്ലോ. പരിചിതമല്ലാത്ത ചില ഫോൺ വിളികൾ കാണുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കും, ഇവൻ എന്തോ ആവശ്യം എന്നെക്കൊണ്ട് സാധിക്കാനുണ്ട്, അതല്ലെങ്കിൽ ഇവൻ എന്നെ വിളിക്കാറില്ലല്ലോ. ഫോൺ വിളികളുടെ അവസാനത്തിൽ അത് വ്യക്തമാവുകയും ചെയ്യും. ഇതെല്ലാം നമുക്ക് പരിചിതമല്ലേ? ഈശോയും അത്രമാത്രമേ ഈ വചനത്തിലൂടെ കാണുന്നുള്ളൂ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.